നമ്മൾ മനുഷ്യൻ്റെ എവല്യൂഷൻ അഥവാ പരിണാമത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിൽ വരുന്നത് ഒരു നേർരേഖയാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ അതിജീവന പോരാട്ടങ്ങൾക്കൊടുവിൽ പ്രകൃതി വരച്ചു വെച്ച ഒരു മനോഹരമായ ചിത്രം പോലെയാണ് പലർക്കും പരിണാമം. കുരങ്ങനിൽ നിന്ന് തുടങ്ങി പടിപടിയായി പുരോഗമിച്ച് ഒടുവിൽ നമ്മളിൽ എത്തി നിൽക്കുന്ന ഒരു വിജയഗാഥ. ഈ യാത്രയിലെ ഓരോ ഘട്ടത്തിലും നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ കരുതുന്നു. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ നഗരങ്ങളും സൂപ്പർ മാർക്കറ്റുകളും AC മുറികളും ഒക്കെ ഉണ്ടാക്കിയതുകൊണ്ട് നമ്മുടെ ശരീരവും ഇതിനനുസരിച്ച് അപ്ഡേറ്റ് ആയിട്ടുണ്ടാകുമെന്നാണ്. നമ്മുടെ സംസ്കാരവും സാങ്കേതിക വിദ്യയും റോക്കറ്റിൻ്റെ വേഗതയിൽ കുതിക്കുമ്പോൾ നമ്മുടെ ജീനുകളും ഒപ്പത്തിനൊപ്പം മാറുന്നുണ്ട് എന്ന് നമ്മൾ വെറുതെ മോഹിക്കുന്നു. നമ്മളൊരു പെർഫെക്റ്റ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണ് എന്നുള്ളതാണ് ധാരണ. പക്ഷേ അതൊരു തെറ്റിദ്ധാരണയാണ്. പരിണാമം അല്ലെങ്കിൽ എവല്യൂഷൻ എന്നത് പരിക്കുകളില്ലാത്ത പൂർണ്ണതയിലേക്കുള്ള ഒരു പ്രയാണമാണ് എന്നത് തെറ്റാണ്. സത്യം എന്താണെന്ന് വെച്ചാൽ എവല്യൂഷൻ എന്നത് മുൻകൂട്ടി കണ്ട് പ്ലാൻ ചെയ്യുന്ന ഒരു എഞ്ചിനീയർ അല്ല, മറിച്ച് പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം ഇടപെടുന്ന വളരെ പതുക്കെ പണിയെടുക്കുന്ന ഒരു എഡിറ്ററാണ്. ഇതിനെ ഒരു ബ്ലൈൻഡ് വാച്ച് മേക്കർ എന്ന് വിളിക്കാം. കൃത്യമായ പ്ലാൻ ഇല്ലാതെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് അപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു എഡിറ്റർ. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ലോകം, അതായത് ഈ ആന്ത്രോപോസിൻ കാലഘട്ടം, അവിടെ നമുക്ക് ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്, വൃത്തിയുള്ള സിറ്റുവേഷൻസ് ഉണ്ട്, ഡിജിറ്റലായിട്ടുള്ള ജീവിതമുണ്ട്. ഇതൊക്കെ വന്നിട്ട് കണ്ണിമ വെട്ടുന്ന സമയം മാത്രമേ ആയിട്ടുള്ളൂ. കൃഷി കണ്ടെത്തിയിട്ട് ഏകദേശം 10,000 വർഷമായെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കഴിഞ്ഞിട്ട് ഏകദേശം 200 വർഷത്തിലധികം മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ശരീരമോ അതിപ്പോഴും പഴയ പ്ലീസ്റ്റോസീൻ കാലഘട്ടത്തിലെ കാട്ടിലും മേട്ടിലും ഉണരാൻ കാത്തിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ പൂർവികർ വേട്ടയാടിയും കിഴങ്ങുകൾ കുഴിച്ചെടുത്തും ജീവിച്ച ആ പഴയ ലോകത്താണ് ഇപ്പോഴും നമ്മുടെ DNA. ഇതിനെയാണ് സയൻറ്റിസ്റ്റുകൾ എവല്യൂഷണറി മിസ്മാച്ച് ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ സ്റ്റോൺ ഏജ് സോഫ്റ്റ്വെയർ പ്രോബ്ലം എന്ന് വിളിക്കുന്നത്. ഹാർവാർഡ് പ്രൊഫസറായ ഡാനിയൽ ലിബർമാനെ പോലെയുള്ള ഗവേഷകർ പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഒട്ടുമിക്ക ആരോഗ്യ പ്രശ്നങ്ങളും ഈ കാലഗണനാ പൊരുത്തക്കേടിൻ്റെ ഫലമാണെന്നാണ്. സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ ശരിക്കും ടൈം ട്രാവലേഴ്സാണ്. ശിലായുഗത്തിലെ ശാരീരിക ഘടനയുമായിട്ട് ആധുനിക നഗരങ്ങളിൽ അലയുന്നവർ. നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത എന്നാൽ നമ്മുടെ ശരീരത്തിന് ഒട്ടും മനസ്സിലാകാത്ത ഒരു ഭാവിയിൽ കുടുങ്ങിപ്പോയ പ്രാകൃത മനുഷ്യൻ. ഈ പൊരുത്തക്കേട് എത്രത്തോളം ഭീകരമാണെന്ന് മനസ്സിലാക്കാൻ ഇന്ന് ലോകം മുഴുവൻ നേരിടുന്ന വലിയൊരു പ്രശ്നത്തിലേക്ക് നോക്കിയാൽ മതി. അമിതവണ്ണം അഥവാ ഒബേസിറ്റി. ഇന്ന് സാംക്രമിക രോഗങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ മരിക്കുന്നത് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടാണ് എന്നുള്ളത് വളരെ അത്ഭുതകരമാണ്. നമ്മൾ ഇതിനെ അസുഖമായിട്ടോ അല്ലെങ്കിൽ ഭക്ഷണ നിയന്ത്രണം ഇല്ലാത്തതിൻ്റെ കുഴപ്പമായിട്ടോ ആണ് കാണുന്നത്. എവല്യൂഷൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ നമ്മുടെ അസുഖങ്ങളെന്ന് പറയുന്നത് വലിയൊരു വമ്പൻ വിജയഗാഥ പാളിപ്പോയതാണ്. കാരണം പരിണാമം പരാജയപ്പെട്ടതല്ല, മറിച്ച് അതിൻ്റെ ഭാഗമായിട്ടുള്ള ജോലി ഭംഗിയായി ചെയ്തതിൻ്റെ ആഫ്റ്റർ റിസൾട്ടാണ്. മനുഷ്യൻ്റെ ചരിത്രത്തിലെ 99% സമയത്തും നമ്മുടെ ഏറ്റവും വലിയ ഭീഷണി പട്ടിണിയായിരുന്നു. ഊർജ്ജത്തിൻ്റെ ലഭ്യത എന്ന് പറയുന്നത് കാലാവസ്ഥയും ഭാഗ്യത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഭക്ഷണം കിട്ടുക എന്ന് പറയുന്നത് ലോട്ടറി അടിക്കുന്നത് പോലെയായിരുന്നു. അക്കാലത്ത് തേൻ നിറച്ച ഒരു തേനീച്ചക്കൂടോ കൊഴുപ്പുള്ള മാംസമോ കിട്ടിയാൽ ബുദ്ധിയുള്ള ശരീരം എന്ത് ചെയ്യും? കിട്ടാവുന്നത് അപ്പോൾ തന്നെ വെട്ടിവിഴുങ്ങും. നാളെക്കുറിച്ച് ഉറപ്പില്ലാത്ത ഈ ലോകത്ത് അമിതമായ ആഹാരം കഴിക്കുന്നത് ഒരു അത്യാവശ്യമാണ്. അങ്ങനെ ചെയ്യുന്നവർക്ക് അടുത്ത ക്ഷാമകാലത്ത് അതിജീവിക്കാൻ പറ്റൂ. കൊഴുപ്പെന്നാൽ അന്നത്തെ കാലത്തുള്ള ലൈഫ് ഇൻഷുറൻസ് പോളിസി പോലെയാണ്. അങ്ങനെ കാലറികൾ കാണുമ്പോൾ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന ഹാപ്പി ഹോർമോൺ നിറയ്ക്കുന്ന ഗോർജിൻ ജീനുള്ളവർ മാത്രം ബാക്കിയായി. ഊർജം ലാഭിച്ചു വെക്കുന്നതിൽ മിടുക്ക് കാണിച്ചവർക്ക് പ്രകൃതി സെലക്ഷനിൽ മുൻഗണന നൽകിയെന്ന് പറയാം. കൊഴുപ്പ് സൂക്ഷിക്കാൻ മിടുക്കരായ പട്ടിണിയെ തോൽപ്പിച്ച ഹോർഡർമാരുടെ പിന്മുറക്കാരാണ് നമ്മൾ. പക്ഷെ ഇവിടെയാണ് ട്വിസ്റ്റ്. ആ പട്ടിണിക്കാലം ഇന്ന് വരുന്നില്ല. നമ്മുടെ ജീനുകൾ ഇപ്പോഴും ക്ഷാമത്തെ ഭയപ്പെടുമ്പോൾ നമ്മുടെ പുറം ലോകം കലോറികളുടെ അതിപ്രസരത്തിലാണ്. നമ്മൾ ഉണ്ടാക്കിയ ഈ ലോകത്ത് വിളവെടുപ്പ് ഒരിക്കലും അവസാനിക്കുന്നില്ലല്ലോ. 24 മണിക്കൂറും പഞ്ചസാരയും മധുരവും നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. കാടുകളിൽ കിലോമീറ്ററുകളോളം അലഞ്ഞാൽ മാത്രം കിട്ടിയിരുന്ന ഊർജം ഇന്നൊരു ക്ലിക്കിൽ വീട്ടിലെത്തുന്നു. പണ്ടത്തെ പോലെ ഭക്ഷണം കിട്ടാൻ മരത്തിൽ കയറേണ്ട കാര്യമില്ല, കാട്ടിൽ അലയേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ ആ ഗോർജിങ് ജീൻ ഇപ്പോഴും വിചാരിക്കുന്നത് ഇപ്പോൾ കിട്ടുന്ന ഈ ഡോണറ്റ് അടുത്ത 3 ആഴ്ചത്തേക്ക് കിട്ടാവുന്ന ഏറ്റവും അവസാനത്തെ ഭക്ഷണമായിരിക്കും എന്നാണ്. അതുകൊണ്ടാണ് അത് തിന്നുമ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പൂർവികർക്ക് കിട്ടിയ അതേ ഡോപ്പമിൻ കിക്ക് നിങ്ങൾക്കും കിട്ടുന്നത്. പക്ഷേ അന്ന് അത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നുവെങ്കിൽ ഇന്നത് മെല്ലെ മെല്ലെ നമ്മളെ കൊല്ലുകയാണ്. ഈ കാലറി കൊണ്ടുള്ള അതിപ്രസരം നമ്മുടെ ഹോർമോൺ വ്യവസ്ഥയെ തെറ്റിക്കും. ഈ ട്രാജഡി ഏറ്റവും വ്യക്തമായി കാണുന്നത് അരിസോണയിലെ പിമ ഇന്ത്യൻസ് എന്ന ഗോത്ര വിഭാഗത്തിലാണ്. ഇവരുടെ ചരിത്രം പരിണാമം എങ്ങനെ ശാപമായി മാറാം എന്നതിൻ്റെ തെളിവാണ്. ത്രിഫ്റ്റി ജീൻ ഹൈപ്പോത്തിസിസ് എന്ന തിയറിക്ക് ഏറ്റവും വലിയ തെളിവാണ് ഇവർ. മരുഭൂമിയിലെ കൊടും വറുതിയിൽ ജീവിച്ചിരിക്കുന്ന ഇവരുടെ ശരീരം കിട്ടുന്ന ഭക്ഷണത്തിലെ ഓരോ തരി ഊർജ്ജവും വലിച്ചെടുക്കാൻ പാകത്തിന് സെറ്റായിരുന്നു. കടുത്ത ക്ഷാമത്തെ അതിജീവിച്ച ആ ജീനുകൾ ഊർജ്ജം ഒട്ടും പാഴാക്കാതെ സൂക്ഷിക്കുന്നതിൽ റെക്കോർഡിട്ടു. ഭക്ഷണം കിട്ടുമ്പോൾ വേഗത്തിൽ ഇൻസുലിൻ ഉണ്ടാക്കി അത് കൊഴുപ്പായി സൂക്ഷിക്കാൻ ഇവരുടെ ശരീരം സൂപ്പർ എഫിഷ്യൻ്റ് ആയിരുന്നു.
അതൊരു സർവൈവൽ സൂപ്പർ പവറാണ്. പക്ഷേ അവരുടെ ആവാസ വ്യവസ്ഥ മാറി, വെള്ളം വഴിതിരിച്ചു വിട്ടു, അവർക്ക് സർക്കാർ നൽകുന്ന മൈദയും ലാർഡും പഞ്ചസാരയും കഴിക്കേണ്ടി വന്നപ്പോൾ ആ സൂപ്പർ പവർ അവർക്കൊരു ശാപമായി മാറി. വ്യായാമം കുറയുകയും പ്രോസസ്ഡ് ഫുഡുകൾ കൂടുകയും ചെയ്തപ്പോൾ അവരുടെ ശരീരം പഴയ രീതിയിൽ തന്നെ കൊഴുപ്പ് ശേഖരിച്ചു കൊണ്ടിരുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടൈപ്പ് 2 പ്രമേഹമുള്ളവരായി ഈ ജനവിഭാഗം മാറി എന്നുള്ളതാണ്. അവരുടെ ശരീരം തകരാറിലായതുകൊണ്ടല്ല, മറിച്ച് ഇല്ലാത്ത ക്ഷാമത്തെ നേരിടാൻ ഡിസൈൻ ചെയ്ത ആ ശരീരം കാലറികൾ കുമിഞ്ഞുകൂടിയ പുതിയ ലോകത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയി. ശരീരത്തിലെ ഇൻസുലിൻ സിഗ്നലിംഗ് സിസ്റ്റം ഒരു പ്രളയത്തിൽ പെട്ടതുപോലെ ആയിപ്പോയി. നമ്മൾ രോഗമായി കാണുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് യഥാർത്ഥത്തിൽ ശരീരം കാണിക്കുന്ന അവസാനത്തെ അടവാണ്. കോശങ്ങൾക്കുള്ളിലേക്ക് ഇനിയും പഞ്ചസാര കയറ്റാൻ കഴിയില്ലെന്നുള്ള തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച് ശരീരം വാതിലുകൾ അടയ്ക്കുന്നതാണ് പ്രമേഹത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. പട്ടിണിക്കാലത്ത് തലച്ചോറിന് മാത്രം ഗ്ലൂക്കോസ് കൊടുക്കാൻ വേണ്ടി മസിലുകളിലേക്കുള്ള വാതിൽ ശരീരം കൊട്ടിയടയ്ക്കുന്ന ഒരു പ്രോസസ്സായിരുന്നു അത്. പക്ഷേ ഇന്ന് നിർത്താതെ മധുരം ഉള്ളിലേക്ക് വരുമ്പോൾ ആ സിസ്റ്റം അത് ജാമാകുന്നു. പാൻക്രിയാസ് ഓവർ ടൈം പണിയെടുത്ത് തളർന്നു പോകുന്നു. പക്ഷേ ഇത് ഭക്ഷണത്തിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, നമ്മുടെ ശാരീരിക ഘടനയിലും ഇത്തരത്തിൽ വലിയ വിലകൾ നമ്മൾ നൽകുന്നുണ്ട്. നിങ്ങൾ നിൽക്കുന്നതും നടക്കുന്നതും ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2 കാലിൽ നടക്കുന്നത് എത്ര വിചിത്രമായ കാര്യമാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സസ്തനികളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാഹസമാണ് നിവർന്നു നിന്നുകൊണ്ടുള്ള ഈ നടത്തം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ബൈപ്പെഡലിസം അഥവാ ഇരുകാലി നടത്തം. 2 കൈകളും ഫ്രീ ആയതുകൊണ്ട് നമുക്ക് ടൂൾസ് ഉപയോഗിക്കാനും കുഞ്ഞുങ്ങളെ എടുക്കാനും പറ്റി. അത് നമ്മുടെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് സഹായിച്ചു. നിവർന്നു നിന്നപ്പോൾ കാഴ്ചയുടെ പരിധി കൂടി, ചൂട് കുറഞ്ഞു. പക്ഷേ 4 കാലിൽ നിന്ന് 2 കാലിലേക്ക് മാറിയപ്പോൾ നമ്മുടെ ഹൃദയത്തിനും ബ്ലഡ് സർക്കുലേഷനും വലിയ പ്രശ്നമുണ്ടായി. ഈ എഞ്ചിനീയറിംഗ് മാറ്റത്തിന് പരിണാമം നൽകിയ ശിക്ഷകൾ നിരവധിയാണ്. ഇതിനെ ബൈപ്പെഡൽ ട്രേഡ് ഓഫ് എന്ന് വിളിക്കാം. പട്ടിയെയോ പൂച്ചയോ നോക്കുക, അവരുടെ ഹൃദയവും തലച്ചോറും ഏകദേശം സെയിം ലെവലിലാണ്. ഗുരുത്വാകർഷണത്തിനെതിരെ പോരാടാൻ അവർക്കധികം ബുദ്ധിമുട്ടില്ല. രക്തം പമ്പ് ചെയ്യാൻ വലിയ പാടില്ല. പക്ഷേ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നപ്പോൾ നമ്മളൊരു വെർട്ടിക്കൽ ടവർ പോലെയായി. ഗ്രാവിറ്റിക്കെതിരെ താഴെ നിന്ന് മുകളിലേക്ക് രക്തം പമ്പ് ചെയ്യേണ്ട അവസ്ഥ വന്നു. ഏതാണ്ട് 1.5 മീറ്റർ ഉയരത്തിലേക്ക് രക്തം തള്ളിക്കയറ്റാൻ ഹൃദയത്തിന് വലിയ മർദ്ദം പ്രയോഗിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ബ്ലഡ് പ്രഷർ കൂടുതലാണ്. ഈ കുത്തനെയുള്ള നിൽപ്പ് ഫിസിക്സിനോടുള്ള യുദ്ധമാണ്. നമ്മുടെ ഹൃദയം യഥാർത്ഥത്തിൽ ഇവോൾവ് ചെയ്തത് ഇങ്ങനെ ഇരിക്കുന്ന തിരശ്ചീനമായിട്ടുള്ള വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള എഞ്ചിനായിട്ടാണ്. 4 കാലിൽ ഓടുന്ന ഒരു ശരീരത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒന്നിനെയാണ് നമ്മൾ കുത്തനെ നിർത്തിയിരിക്കുന്നത്. അതായത് ഇതിൽ നിന്ന് ഇങ്ങനെ. അങ്ങനെയാണ് നമ്മൾ ഈ ടവറിൽ ഫിറ്റ് ചെയ്ത പോലെ നിൽക്കുന്ന. കാലിൽ നിന്ന് രക്തം തിരിച്ച് ഹൃദയത്തിൽ എത്തിക്കാൻ കാലിലെ മസിലുകൾക്ക് പമ്പ് പോലെ പ്രവർത്തിക്കണം. സിരകളിലൂടെയുള്ള രക്തപ്രവാഹം സുഗമമാക്കാൻ നമ്മുടെ പേശികൾക്ക് നിരന്തരമായിട്ട് ചലിക്കണം. നമ്മൾ നടക്കുമ്പോൾ ഈ പമ്പ് വർക്ക് ചെയ്യും. പക്ഷേ നമ്മൾ ദിവസം 9 മണിക്കൂർ കസേരയിൽ അനങ്ങാതെ ഇരുന്നാലോ പമ്പ് ഓഫാകും. രക്തം കാലിൽ കെട്ടിപ്പിടിക്കും, ഗ്രാവിറ്റി ജയിക്കും, സിരകളിലെ വാൽവുകൾ തളരുകയും രക്തം തിരിച്ചൊഴുകുകയും ചെയ്യും. അതുകൊണ്ടാണ് മനുഷ്യർക്ക് മാത്രം വെരിക്കോസ് വെയിനും പൈൽസും ഒക്കെ വരുന്നത്. വേറൊരു മൃഗത്തിനും ഈ പ്രശ്നമില്ല. അതുപോലെ ഈ ഉയർന്ന പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനും ഹൃദയം കഷ്ടപ്പെടുമ്പോൾ രക്തധമനികളിൽ ചെറിയ പൊട്ടലുകൾ ഉണ്ടാകുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം ധമനികളിലെ ഉൾഭിത്തികളിലെ പോറലുകൾ ഉണ്ടാക്കുന്നു. ഇതിനെ റിപ്പയർ ചെയ്യാൻ ശരീരം കൊളസ്ട്രോൾ കൊണ്ട് തേക്കും. കാലക്രമേണ അത് ബ്ലോക്കായി മാറും. ഹൃദയധമനികൾ കട്ടിയാവുകയും ഇടുങ്ങുകയും ചെയ്യുന്ന ഈ അവസ്ഥ നമ്മുടെ നിവർന്നു നിൽപ്പിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കൊണ്ടാണ്. കൈകൾ സ്വതന്ത്രമാക്കാൻ വേണ്ടി നമ്മൾ കൊടുത്ത വിലയാണിത്. അതിനൊപ്പം അനങ്ങാതെ ഇരിക്കുന്ന പുതിയ ശീലം കൂടി ആയപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോയി. ഇനി നമുക്ക് നമ്മുടെ കോശങ്ങൾക്കകത്തേക്ക്, അതായത് സെൽസിലേക്കൊന്ന് സൂം ചെയ്യാം. അവിടെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ക്യാൻസറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് പുറത്തു നിന്ന് വരുന്ന ഏതോ രോഗം എന്നാണല്ലോ. പക്ഷേ സത്യത്തിൽ അതൊരു ആഭ്യന്തര കലാപമാണ്, അതായത് ഇന്റേണൽ കോൺഫ്ലിക്റ്റ്. ഒരു ബഹുകോശ ജീവിയുടെ നിലനിൽപ്പ് തന്നെ കോശങ്ങൾ തമ്മിലുള്ള കോപ്പറേഷനിലാണ്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഒന്നിച്ചു നിൽക്കുക എന്ന സോഷ്യൽ കോൺട്രാക്റ്റ് തെറ്റിച്ച് ഒരു കോശം സ്വാർത്ഥനായി പെരുമാറുന്നതാണ് ക്യാൻസർ. സ്വന്തം വർഗത്തെ മാത്രം അനിയന്ത്രിതമായി പെരുപ്പിക്കുന്ന ഒരു സെല്ലുലാർ റിബൽ. ലോജിക്ക് വെച്ച് നോക്കിയാൽ ഒത്തിരി കോശങ്ങളുള്ള വലിയ ജീവികൾക്ക് കൂടുതൽ ക്യാൻസർ വരണം. ഉദാഹരണത്തിന് തിമിംഗലം. മനുഷ്യനേക്കാൾ 1000കണക്കിന് മടങ്ങ് കോശങ്ങൾ അവർക്കുണ്ട്. കൂടുതൽ കോശങ്ങൾ എന്നാൽ മ്യൂട്ടേഷൻ നടക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്നർത്ഥം. അപ്പോൾ കണക്ക് വെച്ച് നോക്കിയാൽ പ്രായപൂർത്തിയാകുന്നതിന് മുൻപേ എല്ലാ തിമിംഗലങ്ങളും ക്യാൻസർ വന്ന് ചാവേണ്ടതാണ്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. തിമിംഗലങ്ങൾക്ക് ക്യാൻസർ വളരെ അപൂർവമാണ്. ഇതിനെ പീറ്റോസ് പാരഡോക്സ് എന്ന് പറയും. ഇത് മനുഷ്യൻ്റെ ഒരു വലിയ ബലഹീനത തുറന്നു കാണിക്കുന്നുണ്ട്. എവല്യൂഷൻ വെറുതെ എന്തിനെങ്കിലും വേണ്ടി എനർജി കളയാറില്ല. ഒരു ജീവിയുടെ ആയുസ്സും അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സൈക്കിളും അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സാധ്യതയും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. തിമിംഗലങ്ങളും ആനകളും ഒക്കെ ഒരുപാട് കാലം ജീവിക്കാൻ വേണ്ടി ഇവോൾവ് ചെയ്യപ്പെട്ടവരാണ്. അതുകൊണ്ട് ക്യാൻസറിനെ തടയാൻ അവർക്ക് ശക്തമായ മെക്കാനിസം ഉണ്ട്.
ഉദാഹരണത്തിന് കോശങ്ങളെ സംരക്ഷിക്കുന്ന TP53 എന്ന ജീൻ ആനകൾക്ക് 20 കോപ്പിയുണ്ട്. ഈ ജീനുകൾ തകരാറിലായ കോശങ്ങളെ കൊല്ലാനോ ശരിയാക്കാനോ മിടുക്കരാണ്. മനുഷ്യർക്കോ അത് ഒരെണ്ണം മാത്രം. എന്തുകൊണ്ട്? കാരണം ചരിത്രത്തിൻ്റെ ഭൂരിഭാഗം സമയത്തും ക്യാൻസർ വന്ന് ചാവുന്നത്ര പ്രായം വരെ മനുഷ്യൻ ജീവിച്ചിരുന്നിട്ടില്ല. പ്രകൃതിക്ക് നമ്മളോട് സ്നേഹമൊന്നുമില്ല. ജീനുകളെ അടുത്ത തലമുറയിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നാച്ചുറൽ സെലക്ഷൻ വഴി ഇവല്യൂഷനിലൂടെ ഒരു ജീവി പോകുന്ന സൈക്കിൾ. വേഗം വളരുക, കുട്ടികളുണ്ടാക്കുക, അവരെ ഒന്ന് കരക്കടിപ്പിക്കുക, അത്രയേ ഉള്ളൂ നമ്മുടെ പ്ലാൻ. ഒരു 40-50 വയസ്സ് വരെ. അത് കഴിഞ്ഞാൽ നമ്മുടെ വാറൻ്റി തീരും. പ്ലീസ്റ്റോസിൻ കാലത്ത് ട്യൂമർ വരുന്നതിന് മുൻപേ ഒന്നുകിൽ സിംഹം തിന്നും അല്ലെങ്കിൽ പനി വന്ന് ചാകും. അതുകൊണ്ട് തന്നെ 80 വയസ്സ് വരെ ജീവിക്കാൻ വേണ്ടിയുള്ള റിപ്പയർ കിറ്റൊന്നും എവല്യൂഷൻ വഴി കിട്ടിയിട്ടില്ല. നമ്മുടെ DNA റിപ്പയർ മെക്കാനിസങ്ങൾ ഒരു നിശ്ചിത സമയത്തിന് ശേഷം പണി നിർത്തും. ഇന്ന് ഈ കാണുന്ന വാർദ്ധക്യകാലം അത് യഥാർത്ഥത്തിൽ വാറന്റി കഴിഞ്ഞ നമ്മുടെ ശരീരവുമായിട്ട് നമ്മൾ നടത്തുന്ന ഒരു പിടിച്ചുനിൽപ്പാണ്. ഈ വാറന്റി കഴിയുന്ന പരിപാടിയെ സയൻസിൽ ആൻറ്റഗോണിസ്റ്റിക് പ്ലീറ്റോട്രോപ്പി എന്ന് വിളിക്കും. പേര് കേട്ട് പേടിക്കേണ്ട, സംഗതി സിമ്പിളാണ്. ചെറുപ്പത്തിൽ ഗുണം ചെയ്യുന്ന ഒരു ജീൻ വയസ്സാകുമ്പോൾ നമുക്ക് പണി തരും. ഇത് പരിണാമപരമായിട്ടുള്ളൊരു വിട്ടുവീഴ്ചയാണ്. പക്ഷേ എവല്യൂഷനിൽ ഇത് പ്രശ്നമല്ല. കാരണം റീപ്രൊഡക്ഷൻ നടക്കുന്ന പ്രായത്തിനാണ് മുൻഗണന. ഉദാഹരണത്തിന് അൾഷിമേഴ്സ് വരാൻ സാധ്യതയുള്ള APOE4 എന്ന ജീൻ അത് പണ്ട് കാലത്ത് കാട്ടു ജീവിക്കുമ്പോൾ ഇൻഫെക്ഷനുകളെ തടയാൻ സഹായിച്ചിരുന്നതാണ്. മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാനും വീക്കമുണ്ടാക്കി രോഗാണുക്കളെ കൊല്ലാനും ഇത് അത്യാവശ്യമായിരുന്നു. ഇത് നമ്മളെ ജീവനോടെ ഇരിക്കാനും പ്രജനനം നടത്താനും ഒക്കെ സഹായിച്ചു. പക്ഷേ വയസ്സാകുമ്പോൾ അത് തലച്ചോറിനെ നശിപ്പിക്കുന്നു. പണ്ടത്തെ മനുഷ്യർക്ക് ആ പ്രായം വരെ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് അതൊരു പ്രശ്നമായിരുന്നില്ല. നമ്മളൊരു മാരത്തൺ ഓട്ടത്തിന് ഡിസൈൻ ചെയ്തവരല്ലല്ലോ, ഒരു 100 മീറ്റർ സ്പ്രിൻറ്റിന് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടവരാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ്ജവിന്യാസം മുഴുവൻ പെട്ടെന്നുള്ള അതിജീവനത്തിന് വേണ്ടിയുള്ളതാണ്. ഇത് എത്രത്തോളം സത്യമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് നേരെ തിരിച്ച് ചിന്തിക്കുന്ന ഒരു ജീവിയെ പരിചയപ്പെടാം. അതാണ് ഗ്രീൻലൻഡ് ഷാർക്ക്. ആർട്ടിക്കിലെ തണുത്തുറഞ്ഞ വെള്ളത്തിൽ ജീവിക്കുന്ന ഈ സ്രാവ് 400 വർഷം വരെ ജീവിക്കും. ശാരീരിക പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാക്കിയാൽ ആയുസ് കൂട്ടാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. ഷേക്സ്പിയർ ജീവിച്ചിരുന്ന കാലത്ത് ജനിച്ച ഒരു സ്രാവ് ഇപ്പോഴും അവിടെയൊക്കെ നീന്തി നടക്കുന്നുണ്ടാകും. എങ്ങനെ? സ്ലോ മോഷനിൽ ജീവിച്ചിട്ട്. അതിൻ്റെ ഹൃദയം മിനിറ്റിൽ വിരലിൽ എണ്ണാവുന്ന തവണയെ ഇടിക്കൂ. മെറ്റബോളിസം വളരെ പതുക്കെയാണ്, അതുകൊണ്ട് ശരീരം നശിക്കുന്നില്ല. ഓക്സിഡേറ്റീവ് സ്ട്രെസ് അഥവാ കോശങ്ങളുടെ തുരുമ്പിക്കൽ ഇവിടെ കുറവാണ്. പക്ഷെ മനുഷ്യരോ? നമ്മൾ ഹൈ പെർഫോമൻസ് സ്പോർട്സ് കാറുകളെ പോലെയാണ്. എപ്പോഴും ചൂടായിരിക്കുന്നു, ഒരു 37 ഡിഗ്രി. നമ്മുടെ തലച്ചോർ വമ്പൻ ഊർജ്ജമാണ് കുടിക്കുന്നത്. വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റാണ് നമ്മുടെ ശരീരം ഓരോ നിമിഷവും നടത്തുന്നത്. നമ്മൾ വേഗത്തിൽ ജീവിക്കുന്നു, വേഗത്തിൽ തേഞ്ഞു തീരുന്നു. ബുദ്ധിശക്തിക്കും ഓട്ടത്തിനും വേണ്ടി നമ്മൾ നമ്മുടെ ആയുർദൈർഘ്യം ബലികഴിപ്പിച്ചു. ഗ്രീൻലൻഡ് ഷാർക്ക് ഒരു പഴയ ട്രാക്ടർ പോലെയാണ്. സ്പീഡ് കുറവാണ്, പക്ഷെ ഒരിക്കലും കേടാവില്ല. കോശങ്ങളുടെ കാര്യം വിടാം. നമ്മുടെ മനസ്സിൻ്റെ കാര്യമോ? ശരീരത്തേക്കാൾ വേഗത്തിൽ പരിണമിച്ച നമ്മുടെ ബുദ്ധി ഇന്ന് നമുക്ക് വലിയ ഭാരമാണ്. അവിടെയാണ് ഏറ്റവും വലിയ ഗ്ലിച്ച്. നമ്മൾ ലോൺലിനെസ് അഥവാ ഏകാന്തത അനുഭവിക്കുന്ന ഏപ്സാണ്. മനുഷ്യൻ കൂട്ടമായി ജീവിക്കാൻ വിധിക്കപ്പെട്ട ജീവിയാണല്ലോ. നമ്മുടെ അതിജീവനത്തിൻ്റെ രഹസ്യം തന്നെ സോഷ്യൽ കോർപ്പറേഷനാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഒറ്റപ്പെടുക എന്ന് വെച്ചാൽ മരണം എന്നായിരുന്നു അർത്ഥം. കാട്ടിൽ ഒറ്റപ്പെട്ടാൽ ഒന്നുകിൽ പട്ടിണി അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗം പിടിക്കും. ഗോത്രത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് ഒരു വധശിക്ഷ പോലെയാണ്. അതുകൊണ്ട് ഒറ്റയ്ക്കാകുക എന്ന് പറയുന്നത് തന്നെ അപകടമാണ് എന്ന് തലച്ചോറിനറിയാം. നിങ്ങൾക്ക് ലോൺലിനെസ് ഫീൽ ചെയ്യുമ്പോൾ ശരീരം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് മാറും. അഡ്രിനാലിനും കോർട്ടിസോളിനും രക്തത്തിലേക്ക് പമ്പ് ചെയ്യപ്പെടും. കോർട്ടിസോൾ കൂടുമ്പോൾ ഉറക്കം പോകും. ശത്രുവിനെ നേരിടാൻ വേണ്ടി ശരീരം ഇൻഫ്ലമേഷൻ കൂട്ടും. വരാനിരിക്കുന്ന മുറിവുകൾ ഉണക്കാൻ വേണ്ടിയുള്ള മുൻകരുതലാണിത്. പണ്ടത് അത്യാവശ്യമായിരുന്നു. പക്ഷേ ഇന്ന് നഗരങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ടും നമുക്ക് വല്ലാത്ത ഏകാന്തതയുണ്ട്. സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ ലോകവും നമ്മളെ ഒന്നിപ്പിക്കുന്നു എന്ന് തോന്നിപ്പിക്കുമെങ്കിലും യഥാർത്ഥ ഗോത്രബന്ധങ്ങൾ അവിടെയില്ല. ന്യൂക്ലിയർ ഫാമിലിയും ഫ്ലാറ്റ് ജീവിതവും നമ്മുടെ പഴയ ഗോത്രബന്ധങ്ങളെ മുറിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഫ്ലാറ്റിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒറ്റപ്പെടൽ തോന്നുമ്പോൾ ശരീരം വിചാരിക്കുന്നത് ഏതോ സിംഹം വേട്ടയാടാൻ വരുന്നു എന്നാണ്. നിങ്ങളുടെ ജീനുകൾക്ക് നിങ്ങളൊരു സുരക്ഷിതമായ അപ്പാർട്ട്മെൻറ്റിലാണെന്ന് അറിയില്ല. വെറുതെ ഇരിക്കുന്ന നിങ്ങളുടെ രക്തത്തിൽ ഇല്ലാത്ത മുറിവ് ഉണക്കാൻ വേണ്ടി കെമിക്കലുകൾ നിറയുന്നു. ഇതിനെയാണ് ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. പിന്നീട് ഡിപ്രഷനായും ഹൃദ്രോഗമായും രോഗപ്രതിരോധ ശേഷി കുറവായും മാറുന്നതൊക്കെ ഇതാണ്. ആൾക്കൂട്ടത്തിനിടയിൽ ഇരുന്ന് ഏകാന്തത കൊണ്ട് മരിക്കുന്ന വിചിത്രമായ ജീവികളാണ് മനുഷ്യൻ. മറ്റൊരു രസകരമായ കാര്യം ഹൈജീൻ ഹൈപ്പോത്തിസിസ് അഥവാ ഓൾഡ് ഫ്രണ്ട് തിയറിയാണ്. നമ്മുടെ പ്രതിരോധ സംവിധാനം അതായത് ഇമ്മ്യൂൺ സിസ്റ്റം രൂപപ്പെട്ടത് വളരെ വൃത്തികെട്ട ഒരു ലോകത്താണ്. മണ്ണിനും വെള്ളത്തിലും സമ്പർക്കം പുലർത്തി വളർന്നൊരു സിസ്റ്റമാണത്. വിരകളും ബാക്ടീരിയകളും അഴുക്കുമൊക്കെ നിറഞ്ഞ ലോകം. ഇവയൊക്കെ നമ്മുടെ ശത്രുക്കൾ മാത്രമായിരുന്നില്ല, നമ്മുടെ പ്രതിരോധ സംവിധാനത്തിന് ട്രെയിനിങ് കൊടുക്കുന്ന പഴയ കൂട്ടുകാർ കൂടിയായിരുന്നു. ഒരു കുട്ടിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഏത് ശത്രുവിനെയാണ് നേരിടേണ്ടതെന്ന് പഠിക്കുന്നത് ഈ അഴുക്കുകളിൽ നിന്നാണ്. ആരെ ആക്രമിക്കണം, ആരെ വെറുതെ വിടണം എന്ന് പഠിപ്പിച്ചിരുന്നത് ഇവരായിരുന്നു. പക്ഷെ നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നു? എല്ലാം അണുവിമുക്തമാക്കി. അമിതമായ ശുചിത്വം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പാഠപുസ്തകങ്ങളെ എടുത്തുമാറ്റി. ആൻറ്റിബയോട്ടിക്കും ബ്ലീച്ചും AC ഒക്കെ ആയിട്ട് നമ്മുടെ പരിസരം ക്ലീനാണ്. പക്ഷേ
ടു ബി ഫ്രാങ്ക്, ഇതോടെ പണിയില്ലാതായ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബോറടിച്ചിരിക്കുന്നുണ്ട്. ലക്ഷ്യമില്ലാത്തൊരു സൈന്യം പോലെ അത് വഴിതെറ്റി സഞ്ചരിക്കുന്നുണ്ട്. തോക്കും പിടിച്ച് നിൽക്കുന്ന പട്ടാളക്കാരന് യുദ്ധമില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവൻ നിഴലിനെ വെടിവെക്കാൻ തുടങ്ങും. അതാണ് അലർജി. പൂമ്പൊടിയും നിലക്കടലയും ഒക്കെ കാണുമ്പോൾ അവർ ആക്രമിക്കുന്നു. അപകടകാരിയല്ലാത്ത വസ്തുക്കളെ പോലും വൻ ശത്രുക്കളായി പ്രഖ്യാപിക്കുന്നു, അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിനെതിരെ ആക്രമണം തുടങ്ങുന്നു. ഇതിലൂടെയൊക്കെയാണ് ടൈപ്പ് 1 ഡയബറ്റീസ്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് തുടങ്ങിയ നിരവധി ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ടാകുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യം ഹെൽത്ത് വൈസ് നോക്കിയാൽ ഇനിയും എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളതാണ്. പക്ഷേ ഞാൻ സർഫസിൽ നിന്നുകൊണ്ട് പറയുകയാണ്. നമ്മൾ ഒരുപാട് ക്ലീനായിട്ട് ജീവിക്കുന്നത് കൊണ്ട് ചില ദോഷങ്ങൾ കൂടിയുണ്ട് എന്നാണ് എൻ്റെ പോയിന്റ്. അതുകൊണ്ട് നിങ്ങൾ ക്ലീനായിട്ട് ജീവിക്കേണ്ട എന്നോ നമ്മുടെ ജീവിത രീതി പൂർണ്ണമായും ശരിയല്ല എന്നോ ഞാൻ ഏകപക്ഷീയമായിട്ട് വാദിക്കുന്നില്ല. പക്ഷേ അമിതമായ വൃത്തി കൊണ്ട് നമ്മുടെ ശരീരവും പ്രകൃതിയും തമ്മിലുള്ള കരാറ് ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. പ്രകൃതിദത്തമായിട്ടുള്ള ബാക്ടീരിയകളുമായിട്ടുള്ള സമ്പർക്കം കുറഞ്ഞത് നമ്മുടെ ശരീരത്തിൻ്റെ മൈക്രോബയോളജിയെ തകിടം മറിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ചിന്താശേഷിയെക്കുറിച്ച് പറയാം. ഏകദേശം 70,000 വർഷം മുമ്പാണ് മനുഷ്യൻ ചിന്തിക്കാനും ഭാവനയിൽ കാണാനുമുള്ള കഴിവ് ഏറ്റെടുക്കുന്നത്. നമ്മൾ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ കൊഗ്നിറ്റീവ് റവല്യൂഷൻ. ഇത് നമ്മുടെ വംശത്തെ ഭൂമിയുടെ അധിപന്മാരാക്കി മാറ്റി. അത് വെച്ച് നമ്മൾ ലോകം കീഴടക്കി. പക്ഷേ അതോടെ സ്ട്രെസ് റെസ്പോൺസ് അടിച്ചുപോയി. മൃഗങ്ങൾക്ക് സ്ട്രെസ് എന്നത് ഒരു നിമിഷത്തെ പ്രതികരണമാണ്. സ്ട്രെസ് യഥാർത്ഥത്തിൽ ഒരു സിംഹം വരുമ്പോൾ ഓടി രക്ഷപ്പെടാനുള്ളതാണ്. സിംഹം പോയാൽ സ്ട്രെസ് തീർന്നു. പക്ഷേ ഭാവന ഉപയോഗിച്ച് നമ്മൾ ഇല്ലാത്ത സിംഹങ്ങളെ ഉണ്ടാക്കാൻ തുടങ്ങി. ഭാവിയിലെ ആപത്തുകളെ മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് നമുക്ക് തന്നെ തിരിച്ചടിയാണ്. അടുത്ത മാസം ലോൺ അടയ്ക്കണമല്ലോ, ബോസ് വഴക്ക് പറയുമോ, മെയിൽ അയച്ചില്ലല്ലോ, ഇന്നൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ മരണശേഷം എന്തെങ്കിലും ദോഷം സംഭവിക്കുമോ, നരകത്തിൽ പോകുമോ? ഇതൊന്നും നേരിട്ടുള്ള ശാരീരിക ഭീഷണി അല്ല. നമ്മുടെ ജീവൻ എടുക്കാൻ ഇത്തരം കാര്യങ്ങൾക്ക് കഴിയുകയുമില്ല. പക്ഷേ നമ്മുടെ പഴയ തലച്ചോറിന് അത് തിരിച്ചറിയാൻ പറ്റില്ല. ലോൺ അടയ്ക്കാൻ പറ്റിയില്ല എന്ന് ചിന്തിക്കുമ്പോൾ സിംഹം വരുന്നു എന്ന് തലച്ചോറ് നിലവിളിക്കും. നിങ്ങളുടെ അഡ്രിനാൽ ഗ്രന്ഥികൾ ജോലി തുടങ്ങും. സിംഹം വന്നാൽ ഓടാം, പക്ഷേ ലോണിൽ നിന്ന് ഓടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ സ്ട്രെസ്സ് മാറുന്നില്ല. നമ്മൾ ആ ഭയത്തെ മനസ്സിൽ തന്നെ കൊണ്ടു നടക്കുന്നു. വർഷങ്ങളോളം ഇത് തുടരുന്നു. ഈ സ്ഥിരമായ ടെൻഷൻ നമ്മുടെ മെമ്മറി നശിപ്പിക്കും, കുടവയറുണ്ടാക്കും, പ്രഷർ കൂട്ടും. ഹിപ്പോ ക്യാമ്പസ് എന്ന തലച്ചോറിൻ്റെ ഭാഗത്തെ ഇത് ചുരുക്കിക്കളയും. മനുഷ്യനെ മനുഷ്യനാക്കിയ ഭാവന തന്നെ നമ്മളെ നമ്മുടെ ഉത്കണ്ഠയുടെ ഒരു തടവറയിൽ ഇട്ടു എന്ന് പറയാം. അപ്പോൾ എന്താണ് ഇതിന് പരിഹാരം? നമ്മൾ ഔട്ട്ഡേറ്റഡ് ആണ്, വാറണ്ടി കഴിഞ്ഞു, തനിയെ ഇരുന്ന് വീർപ്പൂട്ടുകയാണ്. പ്രകൃതിയുടെ വേഗതയേക്കാൾ വേഗത്തിൽ നമ്മൾ സഞ്ചരിക്കുന്നുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി ഈ സോഫ്റ്റ്വെയർ ഒന്ന് പാച്ച് ചെയ്യാൻ നമുക്കൊരു ടൂൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ക്രിസ്പറും ബയോടെക്നോളജിയും. നമ്മുടെ ജീനുകളിൽ മാറ്റം വരുത്തി ഈ പൊരുത്തക്കേടുകൾ പരിഹരിക്കാൻ നമുക്ക് സാധിച്ചേക്കാം ഭാവിയിൽ. വേണമെങ്കിൽ നമുക്ക് കോഡിംഗ് മാറ്റാം, തടി കൂടാനുള്ള ജീൻ മാറ്റാം, ക്യാൻസർ വരാതിരിക്കാൻ ആനയുടെ ജീൻ കോപ്പി ചെയ്യാം, അലർജി മാറ്റാം. കേൾക്കാൻ നല്ല രസമുണ്ട്. സ്റ്റോൺ ഏജ് ഹാർഡ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നു. പക്ഷേ അവിടെയും ഒരു ട്വിസ്റ്റ് ഉണ്ട്. പരിണാമം എന്ന് പറയുന്നത് ഒരു വലിയ വല പോലെയാണ്. ഒരിടത്ത് തൊട്ടാൽ മറ്റൊരിടത്ത് അതിൻ്റെ ചലനമെത്തും. ബയോളജി എന്ന് പറയുന്നത് ഒന്നിനു പകരം ഒന്നെന്നുള്ള രീതിയിലുള്ള ട്രേഡ് ഓഫ് ആണ്. സോ നമ്മൾ കുറേ കട്ട അടുക്കി വെച്ചിട്ട് ഒരു കട്ട വലിച്ചെടുക്കുമ്പോൾ, അല്ലെങ്കിൽ കുറേ മെൻഡോസ് വെച്ചിട്ട് ഒരു മെൻഡോസ് എടുക്കുമ്പോൾ അത് മൊത്തത്തിൽ തകരില്ലേ? അതേപോലെ നമ്മൾ തടി കൂടുന്ന ജീനിനെ എടുത്തു മാറ്റി എന്ന് വിചാരിക്കുക. നാളെ വലിയൊരു ക്ഷാമം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആഹാര ലഭ്യത എന്നേക്കും സുരക്ഷിതമായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റുമോ? അലർജി മാറ്റാൻ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പവർ കുറച്ചാൽ നാളെ പുതിയൊരു വൈറസ് വന്നാൽ നമ്മൾ പെട്ടുപോകും. പ്രകൃതിയുടെ ഓരോ ജീനും സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പല ഉപയോഗങ്ങൾക്കാണ്. മലേറിയ തടയാൻ സഹായിക്കുന്ന ജീനാണ് സിക്കിൾ സെൽ അനീമിയ ഉണ്ടാക്കുന്നത്. അതൊരു പ്രൊട്ടക്ഷൻ മെക്കാനിസം ആയിരുന്നു. അസുഖം മാറ്റാൻ അത് കട്ട് ചെയ്താൽ മലേറിയ വരുമ്പോൾ നമ്മൾ ചത്തുപോകും. 400 കോടി വർഷം കൊണ്ട് പരിണാമത്തിലൂടെ പ്രകൃതി സെറ്റ് ചെയ്ത കോഡിൽ വെറും 50 വർഷത്തെ അറിവ് വെച്ച് നമ്മൾ കൈകടത്തുകയാണ്. ഇതിനെയാണ് പ്ലിയോട്രോപ്പി എന്ന് വിളിക്കുന്നത്. ഒരു ജീൻ തന്നെ പല കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അവസ്ഥ. ഒന്ന് നന്നാക്കാൻ നോക്കിയാൽ വേറെ 10 എണ്ണം കേടാകാൻ സാധ്യതയുണ്ട്. ഓരോ മാറ്റവും മറ്റൊരു ദുരന്തത്തിലേക്കുള്ള വാതിൽ. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു ബീറ്റ ടെസ്റ്റ് സ്പീഷീസാണ്. നമ്മൾ സ്വയം പരിഷ്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു പരീക്ഷണ വസ്തുവാണ്. സ്വന്തം ശരീരത്തിന് മനസ്സിലാകാത്തൊരു ലോകമുണ്ടാക്കിയ ആദ്യത്തെ ജീവി. ആ ലോകത്തിനനുസരിച്ച് സ്വന്തം ശരീരം തിരുത്തി എഴുതാൻ ശ്രമിക്കുന്ന ആദ്യത്തെ ജീവി. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. പരിണാമപരമായിട്ടുള്ള ഈ അനിശ്ചിതത്വം നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഈ അനുഭവിക്കുന്ന അസുഖങ്ങളും പ്രശ്നങ്ങളും ഒന്നും ശരീരത്തിൻ്റെ തകരാറല്ല, മറിച്ച് തെറ്റായ സാഹചര്യത്തിൽ പെട്ടുപോയ ഫീച്ചറുകളാണ്. പഴയ ലോകത്ത് ജീവിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്ത അത്ഭുതങ്ങൾ പുതിയ ലോകത്ത് അത് രോഗങ്ങളായി മാറുന്നു. നമ്മുടെ വിജയമാണ് നമ്മുടെ പരാജയം. ബുദ്ധിശക്തി കൊണ്ടുള്ള നമ്മുടെ വിജയം ശരീരത്തിൻ്റെ പരാജയത്തിന് കാരണമായി. ഇതിൻ്റെ പരിഹാരം ചിലപ്പോൾ കോഡ് മാറ്റുന്നതിലായിരിക്കില്ല, നമ്മുടെ സിറ്റുവേഷൻസ് മാറ്റുന്നതിലാണ്. നമ്മുടെ പൂർവികർക്ക് പരിചിതമായ രീതിയിലേക്ക് ഒരു തരത്തിൽ ജീവിതത്തെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പറ്റുന്നത്ര നേച്ചറുമായിട്ട് ഇണങ്ങി ജീവിക്കാൻ ശ്രമിക്കുക. ജിമ്മിൽ പോകാൻ വേണ്ടിയല്ല, മറിച്ച് ജീവിക്കാൻ വേണ്ടി ശരീരം അനക്കുക. നമ്മുടെ മസിലുകൾക്കും ഹൃദയത്തിനും നിരന്തരമായ ചലനം ആവശ്യമാണ്. പാക്കറ്റ് ഫുഡ് ഒഴിവാക്കി നമ്മുടെ തലച്ചോറിന് മനസ്സിലാകുന്ന നല്ല ഭക്ഷണം കഴിക്കുക. പ്രോസസ്ഡ് പഞ്ചസാരയ്ക്ക് പകരം പഴയ കാലത്തെ നാരുകളുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഫോണിലെ ചാറ്റിനേക്കാൾ നേരിട്ടുള്ള സംഭാഷണങ്ങൾക്ക് വില കൊടുക്കുക.